എല്ലാവർക്കും കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയെ പറ്റിയാണ് പഠിക്കുന്നത്. ദ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഹാൻസ് ബെർഗ് ആൻഡ് വാൻ ബെൽഗ്. Crystal field theory assumes that the interaction between the metal ion and the ligand is purely electrostatic. നിങ്ങൾക്കറിയാം, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റലും ലിഗാൻഡും കൂടെ കൂടിച്ചേർന്ന് ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണ്. അന്നേരം ഈ മെറ്റലും ലിഗാൻസും തമ്മിലുള്ള ബോണ്ട് അല്ലെങ്കിൽ അതിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് എന്നാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് പറയുന്നത്. നമുക്ക് എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്നൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് മോഡൽ ഫോർ ബോണ്ടിങ് ഇൻ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ മെറ്റൽസ് മജോറിറ്റിയും ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. അക്കൗണ്ട്സ് ഫോർ ഒബ്സർവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് ഫോക്കസ് ഓൺ ഡി ഓർബിറ്റൽസ്. ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഡി ഓർബിറ്റൽ ഉപയോഗിച്ചാണ് ഇത് കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്നത്. ലിഗാൻസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ചാർജസ് ഇൻ കേസ് ഓഫ് ആനിയോൺസ് ഓർ ഡൈപോൾ ഇൻ കേസ് ഓഫ് ന്യൂട്രൽ മോളിക്യൂള്. ലിഗാൻസ് ആനിയോൺസോ ന്യൂട്രൽ മോളിക്യൂളോ ആകാം. അസ്യൂംസ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ടു ബി അയോണിക്. മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ആ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ആയിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് പറയുന്നത്. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉണ്ട്. ആരൊക്കെ തമ്മിലായിരിക്കും അയോണിക് ബോണ്ട് ആകുമ്പോൾ? മെറ്റലും ലിഗാൻഡുമായിട്ട്. മെറ്റലിന്റെ ചാർജ് പോസിറ്റീവായിട്ടും ലിഗാൻസ് നെഗറ്റീവായിട്ടുമാണ്. മെറ്റൽ അയോൺ അട്രാക്റ്റഡ് ടു നെഗറ്റീവ് ലിഗാൻസ്. ലോൺ പെയർ ഇലക്ട്രോൺസ് ഓൺ ലിഗാൻസ് റിപ്പൾസ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ ഡി ഓർബിറ്റൽ. നമുക്കറിയാം, ലിഗാൻസിനകത്ത് ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണ് മെറ്റൽസിലെ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോണുമായിട്ട് റിപ്പൽഷൻ സംഭവിക്കുന്നു, വികർഷണം ഉണ്ടാകുന്നു. ഇലക്ട്രോണും വരുമ്പോൾ ആ റിപ്പൽഷൻ സംഭവിക്കുന്നു. ദിസ് ഇന്ററാക്ഷൻ കോൾഡ് എ ക്രിസ്റ്റൽ ഫീൽഡ്. ഇൻഫ്ലുവൻസ് ഓഫ് ഡി ഓർബിറ്റൽ എനർജീസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ച് സെൻട്രൽ മെറ്റൽ അയോൺ ഈസ് സറൗണ്ടഡ് ബൈ വേരിയസ് ലിഗാൻസ്. ആ ലിഗാൻസ് നെഗറ്റീവ് ചാർജ് ഉള്ളതാകാം, ന്യൂട്രൽ മോളിക്യൂൾ ആകാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ലിഗാൻഡ്. മെറ്റൽസ് അയോണോ കോബാൾട്ടോ ഏത് ട്രാൻസിഷൻ മെറ്റൽസോ ആകാം. സെൻട്രൽ മെറ്റൽ ആറ്റം ഹാവ് 5 ഡീജനറേറ്റഡ് ഓർബിറ്റൽ. നമുക്കറിയാം, ഒരു ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 5 ഓർബിറ്റൽ ഡി ഷെല്ല് 5 ഓർബിറ്റൽ കൂടി ചേർന്നാണ്. ഏതൊക്കെയാണ് 5 ഓർബിറ്റല്? DXY, DYZ, DXZ, DX2, Y2, DZ2. എന്താണ് ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ? ഈ 5 ഓർബിറ്റലിനും ഡി ഷെല്ലിലെ 5 ഓർബിറ്റലിനും സെയിം എനർജിയാണ്. സെയിം എനർജി ഉള്ള ഓർബിറ്റലിനാണ് ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. 5 ഓർബിറ്റലിന്റെ പേരുകളാണ് നമ്മളിപ്പം കണ്ടത്. ഡബിൾ ഡംബൽ ഷേപ്പാണ് ഡി ഓർബിറ്റലിന്. DYZ, DZ2, DXY, DXZ, DS2, Y2 ആണ് ഡി ഓർബിറ്റൽ. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി. നമ്മളിപ്പം ഇവിടെ പറയാണ്, മെറ്റൽസിന്റെ അടുത്തോട്ട് ലിഗാൻസ് വരുമ്പോൾ മെറ്റലിന്റെ ഡി ഓർബിറ്റലുകൾ സെയിം എനർജി ആയിരുന്നു. ആ സെയിം എനർജി ഉള്ള ഡി ഓർബിറ്റലുകൾ ലിഗാൻസിന്റെ സാന്നിധ്യം കാരണം അതിന്റെ ഡീജനറസി നഷ്ടപ്പെട്ട് വ്യത്യസ്തങ്ങളായ എനർജിയുള്ള 2 സെറ്റായിട്ട് മാറുന്നു. ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. കോമ്പിനേഷൻ ഓഫ് എ മെറ്റൽ അയോൺ ആൻഡ് നെഗറ്റീവ് ലിഗാൻഡ് മോളിക്യൂൾ. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ് തമ്മിലുള്ളത്, ലിഗാൻസും മെറ്റലും. മെറ്റൽ ഡി ഇലക്ട്രോൺ റിപ്പൽസ് ലിഗാൻഡ് ഇലക്ട്രോൺസ്. ലിഗാൻഡ് അടുത്ത് വരുമ്പോൾ ട്രാൻസിഷൻ മെറ്റലിനകത്തെ, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനകത്തെ ഡി ഇലക്ട്രോണ് റിപ്പൽ ചെയ്യുന്നു. ഡിപ്പെൻഡിങ് ഓൺ ദ ജോമെട്രി ഓഫ് ദി ലിഗാൻഡ് സ്ഫിയർ, മെറ്റൽ ഡി ഓർബിറ്റൽസ് ആർ സ്പ്ലിറ്റ് ഇൻ ഡിഫറെന്റ് എനർജി ലെവൽസ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, 5 ഡി ഓർബിറ്റല് 2 സെറ്റായിട്ട് മാറുന്നു. ആ 2 സെറ്റായിട്ട് മാറുമ്പോൾ ആ ഇടയ്ക്കുള്ള എനർജിയാണ് ക്രിസ്റ്റൽ എനർജി ഡിഫറൻസ്. 2 എനർജി സെറ്റുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ 2 ഓർബിറ്റലുകളും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഉണ്ടാകുന്നു.
ഇത് എന്താ കാരണം? ലിഗാൻസിന്റെ ഇലക്ട്രോൺസും മെറ്റലിലെ ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത് രണ്ടായിട്ട് മാറുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് 5 ഡീജനറേറ്റ് ഡി ഓർബിറ്റൽ, അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി അച്ചീവ്ഡ് ബൈ ഫില്ലിംഗ് അപ്പ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽ ഇൻ കോംപ്ലക്സ് മെറ്റൽ ആറ്റം. CFSE എന്നാണ് ഇതിനെ പറയുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, ചേഞ്ച് ഇൻ എനർജി അച്ചീവ്ഡ് ബൈ ഫില്ലിംഗ് അപ്പ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽ. എന്തായിരിക്കും ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ്? നമുക്കറിയാം, മെറ്റലിന്റെ ചുറ്റും ലിഗാൻസിന്റെ എണ്ണം അനുസരിച്ച് അതിന്റെ ജോമെട്രി മാറുന്നു. ഇവിടെ ഒരു മെറ്റലിന്റെ ചുറ്റും 6 ലിഗാൻസ് വരുവാണെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആകുന്നു. ഒക്ടാഹെഡ്രൽ ligands attracted to metal ion provide stability. D orbitals of electron repulsed by ligands increases d orbital potential energy. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി വ്യത്യാസം വരുന്നു. ഒരു ഒക്ടാഹെഡ്രൽ ഫീൽഡ് നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഒക്ടാഹെഡ്രൽ ഫീൽഡില് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? നമ്മൾ മനസ്സിലാക്കി 6 ലിഗാൻസ് മെറ്റലിന് ചുറ്റും വരുന്നതാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. In octahedral field, the metal atom is placed at the center of regular octahedron, while 6 ligands occupy the position at a 6 vertice octahedron. നമുക്കൊരു ഒക്ടാഹെഡ്രൽ ഫീൽഡിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 5 ഡി ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 5 ഡി ഓർബിറ്റല് 2 സെറ്റായിട്ട് മാറുന്നു. ആ 2 സെറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. ഒരു 2 ഡി ഓർബിറ്റൽ ഒരുമിച്ച്. ഏതൊക്കെ ഡി ഓർബിറ്റലാണ്? dx2 y2 dz2 എന്ന് പറഞ്ഞ 2 ഓർബിറ്റൽ ഒരുമിച്ച്. അതുപോലെ dxy dyz dxz എന്ന് പറയുന്ന അടുത്ത സെറ്റ്, അത് വേറൊരു സെറ്റ്. ആ 3 ഓർബിറ്റൽ ഏത് 3 ഓർബിറ്റലാണ്? dxy dyz dxz, അത് 3ഉം കൂടെ ചേർന്ന് വേറൊരു സെറ്റായി മാറുന്നു. അത് ലോവർ എനർജി ലെവലാണ്. ഹയർ എനർജി ലെവലാണ് d2 y2 ആൻഡ് dz2. ആക്സിയൽ ഗ്രേറ്റർ റിപ്പൽഷൻ ആണ് അവിടെ നടക്കുന്നത്. റിപ്പൽഷൻ. Due to repulsion, the orbitals along the axis of ligands acquire high energy, while those lying in between the ligands acquire less energy. അതായത് നമ്മുടെ ലിഗാൻസ് മെറ്റലിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ വരുന്നത് എലോങ് ദ ആക്സിസ് ആണ്. എലോങ് ദ ആക്സിസിനകത്ത് ആ സ്ട്രക്ചർ അനുസരിച്ച് d2 y2 dz2 കൂടുതൽ എനർജി കൈവരുന്നു. അതായത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. ലിഗാൻസ് എലോങ് ദ ആക്സിസിനകത്ത് വരുന്നത് അതിന്റെ സ്ട്രക്ചർ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. d2 y2 dz2 എന്ന് പറഞ്ഞ 2 ഓർബിറ്റലിന്റെ എനർജി കൂടുതലാകുന്നു. It does not show the overlapping from the crystal field stability energy. The stability of the complexes can be known. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് 5 ഡി ഓർബിറ്റൽ, സെയിം എനർജി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഈ 5 ഓർബിറ്റലിന്റെ അടുത്തോട്ട് നമ്മുടെ ലിഗാൻഡ് വരികയാണ്. 6 ലിഗാൻസ് വരുമ്പോൾ അവിടെ ഈ 5 ഓർബിറ്റലിനകത്ത് എലോങ് ദ ആക്സിസിലൂടെയാണ് ലിഗാൻസ് വരുന്നത്. എലോങ് ദ ആക്സിസ് അന്നേരം ഈ dx2 y2 dz2 അതിന്റെ സ്ട്രക്ചർ വെച്ച് എലോങ് ദ ആക്സിസിലൂടെ ലിഗാൻഡ് വരുമ്പോൾ ഈ 2 ഓർബിറ്റലും എനർജി ഹൈ ആകുന്നു. എനർജിക്ക് വ്യത്യാസം വന്ന് മുകളിലേക്ക് അത് പോകുന്നു. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള 3 ഓർബിറ്റൽസ് ഉണ്ട്. 3 ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? dxy dyz dxz. ഈ 3 എനർജി കുറഞ്ഞ് അത് താഴോട്ടും പോരുന്നു. അന്നേരം നമ്മൾ ഇവിടെ കാണുകയാണ് സെയിം എനർജി ഉള്ള 5 ഡി ഓർബിറ്റൽ ലിഗാൻസ് വന്നത് കാരണം അവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടായിട്ട് 2 സെറ്റായിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യണ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിന് ഒരു വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ലിഗാൻസിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന് വേരിയേഷൻ സംഭവിക്കുന്നു. ഇപ്പൊ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ലിഗാൻസ് CN- CO എഥിലീൻ ഡയമീൻ ഒക്കെ വരുവാണെങ്കിൽ അവിടുത്തെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വളരെ ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് ഹാലജൻസ് I-, Br- അങ്ങനെയുള്ളതൊക്കെ വരുവാണെങ്കിൽ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന്റെ അളവ് ലോ ആയിരിക്കും, കുറവായിരിക്കും. ഓർത്തിരിക്കുക, വരുന്ന ലിഗാൻസിനെ ആശ്രയിച്ച് ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന്റെ സൈസിനും വ്യത്യാസം വരുന്നു.
സ്ട്രോങ് ആണെങ്കിൽ ലാർജ്, വീക്ക് ആണെങ്കിൽ അത് സ്മോൾ എനർജി ഗ്യാപ്പേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒക്ടാഹെഡ്രൽ ഫീൽഡിനകത്ത് ഹൈ എനർജി വരുന്നത്, അതായത് 5 ഡീജനറേറ്റ് ഓർബിറ്റലിന് സ്പ്ലിറ്റിംഗ് നടന്ന ഹൈ എനർജി ലെവലിലേക്ക് പോകുന്ന DS2 Y2 DZ2 ആണ്. ലോബ് ഡയറക്റ്റഡ് അറ്റ് ലിഗാൻസ്. ഈ ലോബിൽ കൂടെയാണ് ലിഗാൻസ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഗ്രേറ്റർ റിപ്പൽഷൻ സംഭവിക്കുന്നു. ഈ DS2 Y2 DZ2 ഷേപ്പ് കൊണ്ടാണ്, അതായത് ഈ ഇതിന്റെ എലോങ് ദ ആക്സിസിലൂടെ വരുന്ന ലിഗാൻസ് വരുന്നത് കൊണ്ടാണ് ഇതിന് ഗ്രേറ്റർ എനർജി കിട്ടുന്നത്. DS2 Y2 DZ2. അടുത്ത ലോവർ എനർജി ഉള്ളത് ആർക്കായിരുന്നു? DXYയും DXZും DYZ ഡി ഓർബിറ്റലുമായിരുന്നു. അന്നേരം അതിന്റെ ഷേപ്പ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് അവിടെ അതിന്റെ ഡബിൾ ഷേപ്പ് വരുന്നത്. അന്നേരം അതുകൊണ്ടാണ് ലിഗാൻസ് വരുമ്പോൾ ഇതിന്റെ എനർജി കുറഞ്ഞു പോകുന്നു. ലെസ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ, അതായത് ലോവർ പൊട്ടൻഷ്യൽ എനർജിയാണ് DXY DXZ DYZ. നിങ്ങളുടെ മനസ്സിൽ വേണം 5 ഡി ഓർബിറ്റലുണ്ട്, സെയിം എനർജി ആയിരുന്നു. ലിഗാൻസ് വന്നപ്പോൾ അതിന്റെ എനർജിക്ക് വേരിയേഷൻ സംഭവിച്ചു. ആര് കാരണമാണ്? ലിഗാൻസിന്റെ ഇലക്ട്രോൺസും നമ്മുടെ മെറ്റൽ ആറ്റത്തിന്റെ ഡി ഓർബിറ്റിലെ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ കാരണമാണ് സംഭവിച്ചത്. അന്നേരം ലിഗാൻസ് വരുന്ന ഡയറക്ഷൻ വെച്ച് നമുക്ക് 2 പേർക്ക് ഡി ഓർബിറ്റിനകത്ത് 2 പേര് DS2 Y2 DZ2 എനർജി കൂടുതൽ വന്നു. 3 പേരായ DXY DXZ DYZ എനർജി കുറവും വന്നു. നമ്മൾ ഈ 3 എനർജി കുറവുള്ള ആ ലെവലിനെ പറയുന്ന പേരാണ് T2G ലെവൽ. എനർജി കൂടുതലുള്ള DS2 Y2 DZ2 നമ്മൾ പറയുന്ന ഒരു പേരാണ് EG. EGയും T2G നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. When the ligand approaches the metal ion due to repulsion forces, the degeneracy of d orbitals is destroyed and they split into 2 groups of different energy levels, T2G and EG. This effect is called a crystal field splitting. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന സിമ്പിൾ വെച്ചാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഡെൽറ്റ ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ഡെൽറ്റ O എന്ന് പറയും, അല്ലെങ്കിൽ 10dQ എന്ന് പറയും. The amount of splitting increases with a higher charge on the metal and with higher electron density on the ligands. ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി അനുസരിച്ചും ഹയർ ചാർജ് മെറ്റൽ ആറ്റത്തിന്റെ ഹയർ ചാർജും വെച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിന് വേരിയേഷൻ സംഭവിക്കുന്നു. സ്പ്ലിറ്റിംഗ് എനർജി ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാണ്, മെറ്റല് ലിഗാൻഡുമായി കൂടിച്ചേർന്ന് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ടായപ്പോൾ 2 സെയിം ആയിട്ടുള്ള 5 ഡി ഓർബിറ്റലായിരുന്നു. അവയ്ക്ക് എനർജിക്ക് വ്യത്യാസം വന്ന് EG ലെവലാകുന്നു. EG ലെവൽ എന്ന് പറഞ്ഞാൽ DS2 Y2 DZ2 കൂടെ കൂടിച്ചേർന്നാണ്. ദാറ്റ് ഇസ് ഇൻക്രീസ് ബൈ 3/5 ഡെൽറ്റ 3/5 ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ 3 ഓർബിറ്റലായ DXY DXZ DYZ ഇത് T2G എന്നാണ് പറയുന്നത്. ഈ T2G ഇസ് ഡിക്രീസ് ബൈ 2/5 അത് കുറയുന്നു. ഇതാണ് നമ്മളിവിടെ ഒക്ടാഹെഡ്രൽ ഫീൽഡിനകത്ത് ലിഗാൻസ് വരുന്ന കാരണം ഡി ഓർബിറ്റലിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഡി ഓർബിറ്റൽ 2 എനർജി ലെവലായി മാറുന്നു, EG ആൻഡ് T2G. EGക്ക് ഹൈ എനർജി, T2Gക്ക് ലോവർ എനർജി. Experimental calculations show that the energy of T2G orbital is lowered by 0.4 delta O or 4 dQ, and the energy of EG orbital is increased by 0.6 delta O or 6 dQ. Thus, energy difference between T2G and EG orbital is delta O or 10 dQ, which is crystal field splitting energy. But crystal field splitting energy 10 dQ ആയിട്ട് പറയുന്നു. CFC crystal field stabilization energy increases with the increasing strength of ligands and oxidation state of central metal ion. നമുക്കറിയാം ലിഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേവീസ് ബേസ് ആണ്. ലേവീസ് ബേസ് ഇലക്ട്രോൺ കൊടുക്കുന്നു. അന്നേരം അതിൻ്റെ ബേസ് ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി അനുസരിച്ച് അതിൻ്റെ CFC ഇൻക്രീസ് ചെയ്യുന്നു. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ മെറ്റൽ അയോൺ. മെറ്റൽ അയോൺ ഹൈ ചാർജ് ആണ്, ഹൈ സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഹൈ ചാർജിന് ഹൈ സ്പ്ലിറ്റിംഗ്. ഫോർ എക്സാമ്പിൾ നിക്കൽ 3+ നിക്കൽ 2+ കൂടെ എടുക്കുകയാണെങ്കിൽ നിക്കൽ 3+ആയിരിക്കും ഹൈ ചാർജ് ഉള്ളത്. അവിടെ സ്പ്ലിറ്റിംഗ് എനർജി കൂടുന്നു.
അതുപോലെ ഹൈ പീരിയഡ്, ഹൈ സ്പ്ലിറ്റിംഗ്, അതായത് പലേഡിയവും നിക്കലും. പലേഡിയമാണ് അതിൻ്റെ പീരിയഡ് എണ്ണുവാണെങ്കിൽ കൂടുതൽ നിക്കലിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് പലേഡിയത്തിൻ്റെ ആണ് അതിൻ്റെ സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ലിഗാൻസ് നമുക്കറിയാം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്, വീക്ക് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനകത്ത് ഇലക്ട്രോൺ പെട്ടെന്ന് കിട്ടുന്നു. എന്നാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡിനകത്ത് ഇലക്ട്രോൺ താമസിച്ചേ കിട്ടുന്നുള്ളൂ. അതായത് അതിൻ്റെ അവൈലബിലിറ്റി അതനുസരിച്ച് സ്ട്രോങ് ആണെങ്കിൽ ഹൈ സ്പ്ലിറ്റിംഗ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ സ്പ്ലിറ്റിംഗ് എനർജി കാണുകയാണ്. ലോ സ്പ്ലിറ്റിംഗ് എനർജി ആണ് വീക്ക് ഫീൽഡ് ലിഗാൻസ് ആകുന്നത്. വീക്ക് ഫീൽഡ് ലിഗാൻസിന് എക്സാമ്പിളാണ് ഹാലജൻസ് ഒക്കെ വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണ്. അതുപോലെ ഹൈ സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി, അതായത് നമ്മുടെ ഡി ഓർബിറ്റലിലെ EG T2Gനെയൊക്കെ വേർതിരിക്കുന്ന എനർജി കൂടുതലാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസിന്. സ്ട്രോങ്, ഫോർ എക്സാമ്പിൾ OH -H2O, NH3CN -CO ഒക്കെ എന്താണ്? സ്ട്രോങ് ലിഗാൻസ് ആണ്. സ്ട്രോങ് ലിഗാൻസ്. അങ്ങനെ സ്ട്രോങ് ലിഗാൻസിന് ഹൈ സ്പ്ലിറ്റിംഗ് എനർജിയാണ്, വീക്ക് ലിഗാൻസിന് ലോ സ്പ്ലിറ്റിംഗ് എനർജിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വരുന്ന ലിഗാൻസ്, മെറ്റലിൻ്റെ ചുറ്റും ലിഗാൻസ് വന്നാണ് ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നത് അല്ലേ? ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ലിഗാൻസ് വരുന്നത് കാരണം മെറ്റലിലെ ഓർബിറ്റൽസ് എന്ത് സംഭവിക്കുന്നു? സെയിം എനർജിയുള്ള ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. എനർജിക്ക് വ്യത്യാസം വരുന്നു. എനർജിക്ക് വ്യത്യാസം വരുന്നതുകൊണ്ട് അവിടെ ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ നമുക്ക് പറയാം താഴത്തെ ലെവലിനെയാണ് T2G ലെവൽ എന്നും മുകളിലത്തെ ലെവലിനെ നമ്മൾ EG ലെവൽ എന്നും വിളിക്കുന്നത്. T2G EG. ഇവിടെ അന്നേരം വരുന്ന ലിഗാൻസിനെ അനുസരിച്ചാണ് ഇതിൻ്റെ നേച്ചർ തീരുമാനിക്കുന്നത്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെയുള്ളതായിരിക്കണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ പറയുന്നത് വരുന്ന ലിഗാൻസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ നമ്മൾ ഡെൽറ്റ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഡെൽറ്റ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഇവിടെ പി എന്നൊരു സിമ്പിളുണ്ട്. പി പറയുന്നത് ഇവിടെ പെയറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജോഡിയാകുക, ഇലക്ട്രോൺ ജോഡിയാകുക. ഇപ്പം നമുക്ക് ഈ ഫിഗർ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡി ഓർബിറ്റലിൻ്റെ സ്പ്ലിറ്റിങ്ങിൽ താഴെ കിടക്കുന്ന 3 ഓർബിറ്റലുണ്ട്. 3 ഓർബിറ്റലിൽ മുകളിൽ 2 ഓർബിറ്റലും അവിടെ കിടക്കുകയാണ്. അന്നേരം നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ആദ്യമായിട്ട് ഒരു ഇലക്ട്രോൺ വരികയാണ്. ഒരു ഇലക്ട്രോൺ വരുവാണെങ്കിൽ നമുക്ക് താഴെ കിടക്കുന്ന DXYയിലോട്ട് ആ ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇലക്ട്രോൺ വരുവാണെങ്കിൽ DXZനകത്തോട്ട് അത് വന്ന് നിൽക്കുന്നു. അതുപോലെ DYZനകത്തോട്ട് മൂന്നാമത്തെ ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നു. 3 ഇലക്ട്രോൺ വരുവാണെങ്കിൽ. ഇനി ഒരു 4ാമത്തെ ഇലക്ട്രോൺ വന്നാൽ അത് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന ലിഗാൻസിന്റെ ശക്തി വെച്ചാണ്. ഇപ്പം ഈ ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് മെറ്റലിനകത്തോട്ട് 4 ഇലക്ട്രോൺ വരികയാണെങ്കിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്കൊന്ന് ആ പോസിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ഇഫ് പെയറിംഗ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ സ്പ്ലിറ്റിംഗ് എനർജി, പെയറിംഗ് എനർജി കൂടുതലാണ്, സ്പ്ലിറ്റിംഗ് എനർജി കുറവാണ്. the fourth electron enters one of the EG orbitals, giving the configuration of T2G3 EG1. അതായത് പെയറിംഗ് എനർജി കൂടുതലാണ്. പെയറിംഗ് എനർജി കൂടുതലാകുമ്പോൾ നമുക്കറിയാം ഈ താഴത്തെ ഈ 3 ഇവിടെ വന്ന് പെയറിംഗ് നടത്താൻ വേണ്ടി 4ാമത്തെ ഇലക്ട്രോണിന് ഹൈ എനർജി ആവശ്യമാണ്. എന്നാൽ ഇവിടുത്തെ ഈ ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് ചാടിക്കടക്കാൻ എനർജി കുറവ് ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി നിൽക്കുന്നു. എന്നാൽ അതുകൊണ്ട് പറയാണ് പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ ആരെ അപേക്ഷിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ 4th ഇലക്ട്രോൺ enters one of the EG orbital, giving the configuration T2G3 EG1. അങ്ങനെയുള്ള ലിഗാൻസിന് പറയുന്ന പേരാണ് വീക്ക് ഫീൽഡ് ലിഗാൻസ് ആൻഡ് ഫോം ഹൈ സ്പിൻ കോംപ്ലക്സ്. ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഇവിടെ ഒരു ഇലക്ട്രോൺ, 2ാമത്തെ ഓർബിറ്റിൽ വേറെ ഇലക്ട്രോൺ, ഇത് 3ാമത്തെ, ഇവിടെ 4ാമത്തെ ഇലക്ട്രോൺ, എല്ലാവരും അൺപെയർഡ് ആയിട്ട് നിൽക്കുക, പെയർ ആയിട്ട് നിൽക്കുന്നില്ല. അങ്ങനെയുള്ള കോംപ്ലക്സിനാണ് ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് പാരാമാഗ്നറ്റിക് ആയിരിക്കും വരുന്ന അൺപെയർഡ് ഇലക്ട്രോൺസ്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് ഹൈ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ ഹൈ സ്പിൻ കോംപ്ലക്സിന് കാരണം വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണ്. ശ്രദ്ധിക്കുക, വീക്ക് ഫീൽഡ് ലിഗാൻസ്. ഇനി 2ാമത്തെ കേസ് എങ്ങനെയാന്ന് വെച്ചാൽ
വേറൊരു കോൺഫിഗറേഷനും ഉണ്ടാകാം. ഈ പെയറിംഗ് എനർജി ലെസ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെയർ ചെയ്യാനുള്ള എനർജി കുറവാണ്. It become more energetically favorable for the fourth electron to occupy a T2g orbital. അന്നേരം നാലാമത്തെ ഇലക്ട്രോൺ ഇവിടെ വരികയാണ്. 3 ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിലും വന്നു. നാലാമത്തെ ഇലക്ട്രോൺ വന്നപ്പോൾ ഇവിടുത്തെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഇതിന് ഇവിടുന്ന് മുകളിലോട്ട് ചാടിക്കിടക്കാൻ പറ്റുന്നില്ല. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ പെയറിംഗ് എനർജി അതിനേക്കാളും ഭേദം ഇവിടെ വന്ന് പെയറായിട്ട് നിൽക്കുന്ന എനർജിക്കാണ് കുറവ്. അതുകൊണ്ട് ഉടനെ നാലാമത്തെ ഇലക്ട്രോൺ ഓടി വന്ന് ഇവിടെ പെയറിംഗ് നടത്തും. പെയറിംഗ് നടത്തുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G4 EG0 ആയി മാറുന്നു. T2G4 EG0. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ 2 ഇലക്ട്രോൺ പെയറിംഗ് നടന്നു. പെയറിംഗ് നടക്കുമ്പോൾ അങ്ങനെയുള്ള ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറവായിരിക്കും. കാരണം എന്താ? ഇലക്ട്രോൺസ് പെയറിംഗ് നടത്തി അത് ഡയാമാഗ്നറ്റിക്, അതായത് ഇവിടുത്തെ ഇത് ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു പെയറിംഗ് നടന്നുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കോംപ്ലക്സിന് പറയുന്ന പേരാണ് ലോ സ്പിൻ കോംപ്ലക്സ്. ലോ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാകാൻ കാരണം സ്ട്രോങ് ലിഗാൻഡ് വരുന്നതുകൊണ്ടാണ്. സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ്സ് വരുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. അന്നേരം പെയറിംഗ് എനർജി അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് അത് ലോ സ്പിൻ കോംപ്ലക്സ് ആയി മാറുന്നു. ഓർത്തിരിക്കുക, ഹൈ സ്പിൻ കോംപ്ലക്സും ലോ സ്പിൻ കോംപ്ലക്സും. നമുക്ക് പറയാം, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് 2 ഇതായിട്ട് തിരിച്ചിരിക്കുകയാണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസിനകത്ത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്, വീക്ക് ഫീൽഡ് ലിഗാൻഡും ഉണ്ട്. അന്നേരം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ലോ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാകാൻ കാരണമാകുന്നു. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാകാൻ കാരണമാകുന്നു. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സിനകത്ത് നമുക്ക് പറയാം പെയറിംഗ് എനർജി കുറവാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ഉള്ള കോംപ്ലക്സിനകത്ത് പെയറിംഗ് എനർജി കുറവാണ്. അതുകൊണ്ട് പെയറിംഗ് എനർജി കുറവാന്ന് പറയാൻ എന്താ കാരണം? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സിനകത്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലായതുകൊണ്ട് അത് ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ചാടിക്കിടക്കാൻ ഇലക്ട്രോണ് സാധിക്കാത്തത് കൊണ്ടാണ് അവിടെ പെയറിംഗ് നടത്തുക. പെയറിംഗ് നടത്തുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ലോ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതുപോലെ വീക്ക് ഫീൽഡ് ലിഗാൻഡിനകത്ത് പെയറിംഗ് എനർജിയാണ് കൂടുതൽ. പെയറിംഗ് എനർജി കൂടുതലാന്ന് പറഞ്ഞാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് കാരണം സ്പ്ലിറ്റിംഗ് വളരെ കുറവാകുമ്പോൾ പെയറിംഗ് നടത്തുന്നതിനേക്കാളും ഈ ഇലക്ട്രോണിന് എനർജി കുറവ് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ചാടിക്കിടക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള കോംപ്ലക്സിന് പറയുന്നത് ഹൈ സ്പിൻ കോംപ്ലക്സ്. ഇലക്ട്രോൺസ് എല്ലാം അൺപെയർഡ് ആയിട്ട് ഇരിക്കുന്നു. ഹൈ സ്പിൻ കോംപ്ലക്സ് ഇതൊരു 4 ഇലക്ട്രോൺ ഉള്ള കേസ് വെച്ചാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കെമിക്കൽ സീരീസിനകത്ത് ലിഗാൻസിനെ 2 തിരിച്ചിരിക്കുന്നു, സ്ട്രോങ് ഫീൽഡും വീക്ക് ഫീൽഡും. സ്ട്രോങ് എന്ന് ഓർക്കുക ലോ സ്പിൻ കോംപ്ലക്സ്, വീക്ക് ഫീൽഡ് എന്ന് ഓർക്കുക ഹൈ സ്പിൻ കോംപ്ലക്സ്. ഇനി നമ്മളിപ്പം ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിന്റെയാണ് പഠിച്ചത്. ഇനി ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ്, കോർഡിനേഷൻ കോംപ്ലക്സ് ആണെങ്കിൽ എന്താണ്? മെറ്റലിന്റെ ചുറ്റും 4 ലിഗാൻഡ്സ് വരുന്നു. ഇൻ ദ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് MX4 type, the metal atom is placed at a center of the regular tetrahedron and the 4 ligands are placed at 4 corners of the tetrahedron. Ligands approach the central metal atom in between 3 coordinate x, y, z. Ligands വരുന്നത് ഈ 3 ആക്സിസിന്റെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ ലിഗാൻസ് മെറ്റലിന്റെ അടുത്തോട്ട് വരുന്നത്. ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ്. ഇതിന്റെ ഒക്ടാഹൈഡ്രൽ എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്? എലോങ് ദി ആക്സിസ് ആയിരുന്നു. ഇവിടെ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ടെട്രാഹൈഡ്രൽ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഡി ഓർബിറ്റൽസിന്റെ എനർജിക്കുള്ള വ്യത്യാസം ഒക്ടാഹൈഡ്രലിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കുക, 5 ഓർബിറ്റൽ സെയിം എനർജിയുള്ള 5 ഓർബിറ്റലിനെയാണ് ഡീജനറേറ്റ് ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത്. ലിഗാൻസ് വന്നത് കാരണം 4 ലിഗാൻസ് വന്നതുകൊണ്ട് ഡി ഓർബിറ്റൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. dz2 dx2 y2ഉം dxy dxz dyz നമ്മുടെ ഒക്ടാഹൈഡ്രലിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ T2G മുകളിലും E എന്ന് പറയുന്നത് എന്താണ്? താഴെയുമായിട്ട് വന്നിരിക്കുന്നു. അന്നേരം dz2 dx2 y2നാണ് ഇവിടെ എനർജി കുറവ്. dxy dxz dyzന് എനർജി കൂടുതൽ. കാരണം ലിഗാൻസ് മെറ്റലിന്റെ അടുത്തോട്ട് വന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിൽ കൂടെയാണ്. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഒക്ടാഹൈഡ്രലിനകത്ത് ഇവിടെ ലോവർ ലെവല് T2G ആണ്, ഹയർ ലെവൽ EG. ടെട്രാഹൈഡ്രലിനകത്ത് EG അല്ലെങ്കിൽ E ആണ്. E എന്ന് പറയുന്നത് ആരാണ്? dx2 y2 dz2 ആണ് E എന്ന് പറയുന്നത്. അത് ലോവർ എനർജിയായി.
3/5 ആണ്. dxy dxz dyz അതായത് T2 എന്ന് പറയുന്നത് ഇൻക്രീസസ് ബൈ 2/5. ഓക്കെ, അന്നേരം വ്യത്യാസം ഓർത്തിരിക്കുക. ബോർഡ് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെയും ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെയും എനർജി ഡയഗ്രാം, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒന്ന് വരയ്ക്കാൻ. അന്നേരം ഇത് ഓർത്തിരിക്കുക. ഇവിടെ എനർജി ഡിഫറൻസ് ഓർത്തിരിക്കുക. ഇവിടെ ഇൻക്രീസസ് Eg ഇൻക്രീസസ് 3/5 ആൻഡ് ഡിക്രീസസ് ബൈ 2/5. ടെട്രാഹെഡ്രലിനകത്ത് നേരെ തിരിക്കുന്നു, 2/5, ഇവിടെ 3/5. ഇത് എഴുതി നോട്ടാക്കി വരച്ചു പഠിക്കുക. ഇപ്പൊ നമ്മള് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്, തിയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കളറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രാൻസിഷൻ മെറ്റൽ ആറ്റം വിത്ത് 1 more unpaired electrons and their complexes exhibit color both in their solid and in solution state. If absorption occurs, then the transmitted light bears a color complementary to the color of the light absorbed. എന്താണ് കോംപ്ലിമെന്ററി കളർ? ഇവിടെ നമുക്ക് അബ്സോർബ് ചെയ്തിരിക്കുന്ന ആ ലൈറ്റ് ആയിരിക്കത്തില്ല എമിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത്, അല്ലെ? When an electron from a lower energy of orbital is excited to a higher energy of d orbital, electrons in the lower d orbital can jump to the higher energy level. ഇതാണ് ഇലക്ട്രോൺസ് ലോവർ ലെവൽ ആയിരുന്നു, അത് ഹയർ ലെവലിലേക്ക് പോയി. എങ്ങനെയാണ്? ബൈ അബ്സോർബിങ് ലൈറ്റ് എനർജിയെ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തപ്പോൾ അത് ഹയർ എനർജി ലെവലിലേക്ക് ആ ഇലക്ട്രോൺ പോകുന്നു. ഈ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കളർ കാണിക്കുന്നത്. When an electron from a lower energy d orbital is excited to a higher energy of d orbital, the energy of excitation corresponds to the frequency of light absorbed. This frequency lies in the visible region. The color observed corresponds to the complementary color of the light absorbed. The frequency of the light absorbed is determined by the nature of the ligand. ഇവിടെ ഒരു ഓറഞ്ച് കളറാണ് അബ്സോർബ് ചെയ്തത്, പക്ഷെ നമ്മൾ കണ്ടത് അത് ബ്ലൂ ആയിട്ടാണ്. ഇതാണ് കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത്. ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിന്റെ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ, എ കോംപ്ലക്സ് മസ്റ്റ് ഹാവ് പാർഷ്യലി ഫിൽഡ് ഡി സബ്ഷെൽ ഓൺ മെറ്റൽ ടു എക്സിബിറ്റ് കളർ. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അൺപെയർഡ് ഇലക്ട്രോൺസ് പാർഷ്യലി ഫിൽഡ് ഓർബിറ്റിൽ വേണം. അതുപോലെ തന്നെ ഡി ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസ് വേണം. ഡി ഓർബിറ്റിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 0 or 10 ആണെങ്കിൽ ആ കോമ്പൗണ്ട് കളർ കാണിക്കുന്നില്ല. എ കോംപ്ലക്സ് വിത്ത് 0 or 10 ഡി ഇലക്ട്രോൺ ഈസ് കളർലെസ്. കാരണം ഡി ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ലോവർ എനർജി ലെവലിന് ഹയർ എനർജി ലെവലിലേക്ക് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കളർ ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡി ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ നമുക്കത് കളർ കാണിക്കുന്നില്ല. കോമ്പൗണ്ട്സ് that have color absorb specific wavelength of visible light. Visible lightil നിന്നാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. വിസിബിൾ ലൈറ്റിന്റെ ഇത് വേവ്ലെങ്ത് 400 to 700 നാനോമീറ്റർ ആണ്. അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് വിസിബിൾ റേഡിയേഷൻ ബൈ ആറ്റം, അയൺ ഓർ മോളിക്യൂൾ. ലൈറ്റ് എനർജി അബ്സോർബ് ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതിന്റെ ലൈറ്റ് എനർജി ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ എനർജി ഡിഫറൻസ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇലക്ട്രോൺ പോകുന്നു. ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് ഹയർ മെറ്റൽ ഡി ഓർബിറ്റൽ ലെവൽസ്. വിസിബിൾ ലൈറ്റ് ഈസ് അബ്സോർബ് ആൻഡ് പുഷസ് ഇലക്ട്രോൺ അപ്പ്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ആ പുഷ് ചെയ്യുകയാണ് മുകളിലോട്ട് ഇലക്ട്രോണിനെ. ദ ഹയർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, ദ മോർ ബ്ലൂ ഇസ് ലൈറ്റ് അബ്സോർബ്. ഇനി ഡിഫറെന്റ് കോംപ്ലക്സസ് എക്സിബിറ്റ് ഡിഫറെന്റ് കളേഴ്സ് ബിക്കോസ് color of light absorbed depend on crystal field splitting. Larger crystal field splitting ആണെങ്കിൽ higher energy light absorbed ആണ്, അതായത് shorter wavelength. Smaller crystal field splitting ആണെങ്കിൽ lower energy light absorbed, അതാണ് longer wavelength ആയിരിക്കണം. Magnitude of crystal field splitting depends on ligand and metal. ligandനെ മെറ്റലിനെ ആശ്രയിച്ചാണ് ഇതിന്റെ എനർജി ഡിഫറൻസ് ഇരിക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പല കളർ കാണിക്കുന്നു. വയലറ്റ്, റെഡ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കളേഴ്സ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണിക്കുന്നു ഡിഫറെന്റ് വേവ് ലെങ്ത് ഉപയോഗിച്ച്. നമുക്ക് കളർ ഓഫ് സം ജെം സ്റ്റോൺസ് പ്രകൃതിയിൽ കാണപ്പെടുന്നതാണ്. റൂബി,
അങ്ങനെയുള്ള പലതരത്തിലുള്ള ജെം സ്റ്റോൺസ്. ദ കളർ produced by electronic transition within the d orbital of a transition metal ion in everyday life. Ruby is aluminum oxide containing 1% of chromium 3+. Chromium 3+ nathe D3 configuration aanu, which are randomly distributed in positions occupied by aluminum 3+. ഇവിടെ റൂബിയുടെ ഇത് പറഞ്ഞിരിക്കുകയാണ്. We may view these chromium 3 species as octahedral chromium 3 complexes. ഇവിടെ DD ട്രാൻസിഷൻ നടക്കുന്നു, അതുകൊണ്ടാണ് ഇത് നല്ല റെഡ് കളർ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് എംറാൾഡിനകത്തും chromium 3+ ions occupy octahedral sites. എംറാൾഡിന്റെ നല്ല ഗ്രീൻ കളർ കണ്ടോ, ഗ്രീൻ കളർ. The absorption bands seen in the ruby shift to longer wavelength, namely yellow, red and blue. അതുപോലെ തന്നെ റൂബിയുടെ കളറും നിങ്ങൾ കണ്ടു, നല്ല നല്ല കളറാണ് അല്ലേ. അതുപോലെ എമറാൾഡ് ടു ട്രാൻസ്മിറ്റ് ലൈറ്റ് ഇൻ ദ ഗ്രീൻ റീജിയൻ. പല കളറുകൾ കാണിക്കുന്നു, അതിൻ്റെ അബ്സോർബ് ചെയ്തിരിക്കുന്ന ലൈറ്റും എമിറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റും ഒക്കെ വെച്ചാണ് നമ്മൾ അതിൻ്റെ കളറുകൾ കാണുന്നത്. ഇതൊക്കെ ജെം സ്റ്റോൺസ് ആണ്, എമറാൾഡും റൂബിയും ഒക്കെ. ഇനി എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ പോരായ്മകൾ? Limitations of crystal field theory. It does not explain the s and p orbital. It does not explain pi bonding and cannot explain partially covalent nature of metal ligand bond. അതുപോലെ തന്നെ spectrochemical series water is a stronger ligand. അതായത് spectrochemical series എന്താണ്? നമ്മുടെ ലിഗാൻസിനെ സ്ട്രോങ് ലിഗാൻഡും വീക്ക് ഫീൽഡ് ലിഗാൻഡും ഏതാണെന്നൊക്കെ പറയുന്നത്. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലേഡീസ് ബേസ് ആണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് വാട്ടർ ഇസ് എ സ്ട്രോങ്ങർ ലിഗാൻഡ് ദെൻ OH- വിച്ച് ഇസ് നോട്ട് എക്സ്പ്ലെയിൻ സാറ്റിസ്ഫാക്ടറിലി. ഇപ്പൊ നമ്മൾ പഠിച്ചത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ. ഇനി അടുത്ത കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് മെറ്റൽ കാർബോണിയൽസ്. എന്തായിരിക്കും മെറ്റൽ കാർബോണിയൽസ്? മെറ്റലിന്റെ ചുറ്റും ലിഗാൻസ് വന്ന് നിൽക്കുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. പക്ഷെ ഇവിടുത്തെ ലിഗാൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ലിഗാൻസ് എല്ലാം എന്തായിരിക്കും? കാർബോണിയൽ ഗ്രൂപ്പ് ആയിരിക്കും, അതായത് CO ഗ്രൂപ്പ് ആയിരിക്കും. ദ ഹോമോലെപ്റ്റിക് കാർബോണിയൽസ് എന്തായിരിക്കും? ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടൈപ്പ് ലിഗാൻസ് മാത്രം വരുവാണെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സിനെയാണ് ഹോമോലെപ്റ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദ ഹോമോലെപ്റ്റിക് കാർബോണിയൽസ് are formed by most of the transition metals. These carbonyls have simple, well-defined structure. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെട്രാ കാർബോണിയൽ നിക്കൽ, അതായത് നിക്കൽ നടുക്ക് നിൽക്കുന്നു. നിക്കൽ മെറ്റൽ ആറ്റം 4 CO ഗ്രൂപ്പ്. ഇനി ഇവിടെ ഒരു പ്രത്യേകത പേര് എഴുതുമ്പോൾ ഓർത്തെ, ടെട്രാ കാർബോണിയൽ നിക്കൽ 0. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഇതിന്റെ ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രൽ. അതുപോലെ പെന്റാ കാർബോണിയൽ അയൺ ഈസ് ട്രൈഗണൽ ബൈപിരമിഡലാണ്. അതുപോലെ പലതരത്തിലുള്ള കാർബോണിയൽ കോംപ്ലക്സ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും, മെറ്റലിന്റെ ചുറ്റും CO ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, കാർബോണിയൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കോംപ്ലക്സ് നമ്മൾ പറയുന്ന പേരാണ് മെറ്റൽ കാർബോണിയൽസ്. നമുക്ക് മെറ്റൽ കാർബോണിയൽസിന്റെ ബോണ്ടിങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പം പഠിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ ബോണ്ടിങ് നടക്കുന്നത്? നമുക്കറിയാം, മെറ്റലിന്റെ അടുത്ത് വന്ന ലിഗാൻസ് ഇലക്ട്രോണെ കൊടുക്കുക അല്ലെ. Donation of lone pair of electrons on the carbonyl carbon into a vacant orbital of the metal. ഇവിടെ കാർബോണിയൽ കാർബൺ ആണ് ലിഗാൻഡ്, അതുകൊണ്ട് അത് മെറ്റലിന്റെ വേക്കന്റ് ഓർബിറ്റലിന് ഇലക്ട്രോണെ കൊടുക്കുന്നു. ഇത് മെറ്റലിന്റെ ഓർബിറ്റലാണ്, CO ഗ്രൂപ്പ് വരുന്നു, അവർ തമ്മിൽ ബോണ്ടിങ് നടത്തുന്നു, CO ഗ്രൂപ്പ് ഇലക്ട്രോണെ കൊടുക്കുന്നു. ഇതിനെ കൂടാതെ ഇതാണ് നമ്മൾ സാധാരണ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് പഠിച്ചിരിക്കുന്ന ബോണ്ടിങ്. എന്നാൽ ഇവിടെ വേറൊരു ടൈപ്പ് അഡീഷണൽ സ്ട്രെങ്ത് നൽകുന്ന ഒരു ബോണ്ടും കൂടെ ഉണ്ടാകുന്നുണ്ട്. ഡൊണേഷൻ ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ ഫിൽഡ് d orbital ഓഫ് മെറ്റൽ ഇൻടു വേക്കന്റ് ആന്റി ബോണ്ടിങ്. ഇവിടെ പ്രത്യേകത ഓർക്കുക, വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ഓഫ് COയ്ക്ക് ആ വേക്കന്റ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ പറയുന്ന പേരാണ് പൈസ്റ്റാർ. പൈസ്റ്റാർ പുതിയൊരു കൺസെപ്റ്റ് വന്നിരിക്കുകയാണ്. ലിഗാൻഡിന് കൊടുക്കുകയാണ് മെറ്റല്. ഡൊണേഷൻ ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ ഫിൽഡ് d orbital ഓഫ് മെറ്റൽ ഇൻടു വേക്കന്റ് ആന്റി ബോണ്ടിങ് പൈസ്റ്റാർ ഓർബിറ്റൽ ഓഫ് CO ഗ്രൂപ്പ്.
അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള അഡീഷണൽ ബോണ്ടിങ് ആണ്. ആ ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് സിനർജിക് ബോണ്ടിങ്. സിനർജിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങർ ടുഗദർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അവര് സ്ട്രോങ് ആയി, അതുകൊണ്ടാണ് സ്ട്രോങ്ങർ ടുഗദർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് സിനർജിക് ബോണ്ടിങ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഈ ബോണ്ടിങ് സാധാരണ പഠിച്ചായിരുന്നു. കാർബൺ ലിഗാൻഡ് മെറ്റലിന് കൊടുക്കുന്നു, അതാണ് സിഗ്മ ബോണ്ടിങ് ആയിട്ട് ഇവിടെ കാണുന്നത്. ഇലക്ട്രോൺസ് മുഴുവൻ കൊടുക്കുക. ഇനി ഇവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെറ്റലിന്റെ ഇലക്ട്രോൺ ഇവിടുത്തെ പൈ സ്റ്റാർ ലിഗാൻഡിന്റെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റിന്റെ ഇലക്ട്രോണെ കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ആ ബോണ്ടിങ്ങിന് പറയുന്ന പേരാണ് സിനർജിക് ബോണ്ടിങ്. ദ മെറ്റൽ കാർബൺ ബോണ്ട് ഇൻ മെറ്റൽ കാർബോണിയൽ possess both sigma and pi character. The metal carbon sigma bond is formed by the donation of a lone pair of electron on the carbonyl carbon into a vacant orbital of the metal. അത് സാധാരണ നമ്മൾ കാണുന്ന ബോണ്ടാണ്. എന്നാൽ ഇവിടെ പ്രത്യേക തരത്തിലുള്ള ബോണ്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? The metal carbon pi bond is formed by the donation of pair of electron from a filled d orbital of a metal into the vacant antibonding pi star orbital of carbon monoxide. The metal to ligand bonding creates a synergic effect. Synergic effect എന്താണ്? Stronger together. രണ്ടുപേരും പരിശ്രമിച്ചു. മെറ്റലും തന്നാലാവും വിധം ഇവരുടെ ബോണ്ട് സ്ട്രോങ് ആകാൻ വേണ്ടി ഇലക്ട്രോണെ കൊടുത്തു. അതുപോലെ തന്നെ ലിഗാൻഡും ഓൾറെഡി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടായി. ആ എഫക്റ്റ് ആണ് സിനർജിക് എഫക്റ്റ്, which strengthen the bond between CO and the metal. ഇപ്പൊ നമ്മൾ മെറ്റൽ കാർബോണിയൽ ബോണ്ടിന്റെ അഡീഷണൽ ബോണ്ടായ സിനർജിക് ബോണ്ടിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. അന്നേരം നമുക്ക് ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ സ്റ്റെബിലിറ്റി ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് മെറ്റലും ലിഗാൻഡും കൂടെ കൂടി ചേർന്ന് മെറ്റൽ ലിഗാൻഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടായി. M+NL gives MLN. ഇവിടെ കെ എന്ന് പറയുന്നതാണ് ഫോർവേഡ് റിയാക്ഷന്റെ കോൺസ്റ്റന്റ്. അതുപോലെ കെ ഡാഷ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ആണ്. അതിന്റെ ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്താൽ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഫോർമേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. കെ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് MLN ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് L⁻⁴n, അതായത് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ്. ഇവിടെ equilibrium constant, formation equilibrium constant is directly proportional to stability constant. ഇനി നമ്മുടെ റിവേഴ്സ് equilibrium constant എങ്ങനെയാണ്? K dash that is equal to 1/K. K dash that is equal to instability constant or the dissociation constant. ഇതിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ സ്റ്റെബിലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ thermodynamic equilibrium constant stability depends upon the interaction between the metal and ligand. If interaction strong, thermodynamic stability strong. മെറ്റലിനും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രോങ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റെബിലിറ്റി സ്ട്രോങ് ആയിരിക്കും. റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻഡ് ഈസ് ബേസ്ഡ് ലേവീസ് ആസിഡ് ആൻഡ് ലേവീസ് ബേസ്. നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്, മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബന്ധം ലേവീസ് ആസിഡ് ലേവീസ് ബേസ് ആണ്. ആരാണ് ലേവീസ് ആസിഡ്? മെറ്റൽ ലേവീസ് ആസിഡ് ആയിട്ട് നിൽക്കുന്നു, അതായത് ഇലക്ട്രോണെ സ്വീകരിക്കുന്നു. ലിഗാൻഡ് ലേവീസ് ബേസ് ആയിട്ട് നിൽക്കുന്നു. ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ അക്കോർഡിംഗ് ടു ലേവീസ് കൺസെപ്റ്റ്. The greater the value of stability constant, more stable is the complex. ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് സ്റ്റെബിലിറ്റി പറയുമ്പോൾ ചേഞ്ച് ഓൺ ദ സെൻട്രൽ മെറ്റൽ ആറ്റം ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഓൺ മെറ്റൽ ആറ്റം ഇൻക്രീസസ്. അതായത് ചാർജ്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പം കോംപ്ലക്സ് കോമ്പൗണ്ടിന്റെ ചാർജ് കൂടുന്നു. ശ്രദ്ധിക്കുക, സ്റ്റെബിലിറ്റി രണ്ട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് മെറ്റൽ ആറ്റത്തിന്റെ ചാർജിന്, ചാർജ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. അതുപോലെ നേച്ചർ ഓഫ് ദ ലിഗാൻഡ്, നേച്ചർ ഓഫ് ദ ലിഗാൻഡിനെയും അത് ആശ്രയിച്ചിരിപ്പുണ്ട്. സ്ട്രോങ്ങർ ലിഗാൻഡ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, വീക്കർ ലിഗാൻഡ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. നേച്ചർ ഓഫ് ദ മെറ്റൽ അയോൺ, ദ സ്റ്റെബിലിറ്റി ഓർഡർ ഈസ് 5D സീരീസിലാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് 4D, അത് കഴിഞ്ഞാണ് 3D. അതുപോലെ ലിഗാൻഡിന്റെ ബേസിക് നേച്ചർ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ഫോം സ്റ്റേബിൾ കോംപ്ലക്സ്. നമുക്കറിയാം വീക്ക് ഫീൽഡ് ആണ് ഹാലജൻസ് ഒക്കെ. അതുപോലെ സ്ട്രോങ് ഫീൽഡ് CO, NH3 അങ്ങനെയുള്ളതൊക്കെ സ്ട്രോങ് ഫീൽഡ് ആണ്.
സ്ട്രോങ് ഫീൽഡ് വരുവാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുന്നു. അതുപോലെ അലൂമിനിയം 3+, മഗ്നീഷ്യം 2+, സോഡിയം പ്ലസ് ആണെങ്കിൽ ആർക്കായിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി? 3+, അലൂമിനിയം 3+, അത് കഴിഞ്ഞ് 2+-നുള്ളൂ, ഏറ്റവും കുറവായിരിക്കും പ്ലസിനുള്ളത്. ഇപ്പം നമുക്കറിയാം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ചുറ്റും ലിഗാൻസ് വന്ന് നിൽക്കുക അല്ലെ, ഒറ്റയടിക്കല്ല ആ ലിഗാൻഡ് കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, പല സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ML4 എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവുക. അതിനുവേണ്ടി ആദ്യം മെറ്റലിന്റെ അടുത്ത് ഒരു ലിഗാൻഡ് വന്ന് അത് കൂടി ചേർന്ന് ML എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K1, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ആയ ML ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ് ആയ M × L. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലിഗാൻഡ് കൂടെ വന്നു, അങ്ങനെയാണ് ML + L-ന്റെ അടുത്ത് ML2 ആകുന്നു. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K2, ദാറ്റ് ഈസ് ഈക്വൽ ടു ML2 ബൈ ML × L. അങ്ങനെ ML3, ML4 ഉണ്ടാകുന്നു. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K1, K2, K3, K4. വേർ K1, K2, etc. are referred to as step-wise stability constant. Stability constant ആണത്. Alternatively, we can write the overall stability constant as M + 4L gives ML4. അതിന്റെ അത് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ പറയുന്നത് β⁴, β4. ബീറ്റ എന്ന ഇത് സിമ്പിൾ വെച്ചാണ് അതിന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ML4 ബൈ M × L⁴. The stepwise and overall stability constant are therefore related as follows. അതായത് സ്റ്റെപ്പ് വൈസും ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റും, ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആരാണ്? B4. സ്റ്റെപ്പ് വൈസ് ആരൊക്കെയാണ്? K1, K2, K3, K4. അവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് β4 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് വൈസ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആയ K1 × K2 × K3, K4 ആണ്. ഇനി ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ പറയുന്നത് βn ആണെങ്കിൽ K1 × K2, K3, എക്സെട്ര Kn വരെയാണ് അതിന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഓവറോൾ പറയുന്നത്. ഓക്കെ, ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് സ്റ്റെപ്പ് വൈസ് കോൺസ്റ്റന്റിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവിടെ സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ടേബിൾ അനുസരിച്ച് ഏറ്റവും വാല്യൂ കൂടിയിരിക്കുന്നത് ഏതിനാണ് നിങ്ങൾ നോക്കുക. ഇവിടെ പലതരത്തിലുള്ള ഇതാണ് നമുക്കറിയാം. CN-, അമോണിയ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ലിഗാൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം CN- is more stable than amine കോംപ്ലക്സ്. CN- ആണ് അമീനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്. എത്രയാണ് CN-ന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്? 5.5 × 10⁻18. 5.5 × 10⁻18. അതുപോലെ തന്നെ Cu കോപ്പറുമായിട്ട് കൂടി ചേരുമ്പോൾ 2 × 10⁻33. It concludes that cyano is a stronger ligand than amine. Stability depends on charge density of the central metal ion and the nature of the ligand. നമുക്കിവിടെ ഒരു കൺക്ലൂഷൻ എത്തുവാണ്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ലിഗാൻഡ് ഇതനുസരിച്ച്, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നനുസരിച്ച് ആണ്. അതുപോലെ തന്നെ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് അനുസരിച്ചുമാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് സ്റ്റെബിലിറ്റിയെ പറയുന്നത്. ഇപ്പൊ നമ്മള് അടുത്ത ഇത്രയെല്ലാം കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് എന്താണ് ഇതൊക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻ? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കാം. ബയോളജിക്കൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ബയോളജിക്കൽ നമ്മൾ പഠിച്ചായിരുന്നു. ഹീമോഗ്ലോബിൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ആരുടെയാണ്? അയണിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അതുപോലെ ക്ലോറോഫിൽ ആരുടെയാണ്? ക്ലോറോഫിൽ മഗ്നീഷ്യം അല്ലേ. അതുപോലെ വൈറ്റമിൻ B12 കൊബാൾട്ടിന്റെ. അതുപോലെ മെഡിസിൻ ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇൻ മോഡിഫൈയിങ് ദ റിഡോക്സ് ബിഹേവിയർ ഓഫ് മെറ്റൽ അയോൺ. ഇതിലെല്ലാം കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ബാക്ക് ബോൺ ആണ് നമ്മുടെ കെമിക്കൽ ഇൻഡസ്ട്രിയുടെ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ സിൽവർ ആൻഡ് ഗോൾഡിന്റെ ഒക്കെ മെറ്റൽ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കും. ടെക്നിക് യൂസ്ഡ് ഫോർ നോബിൾ മെറ്റൽസ് ലൈക്ക് സിൽവർ ആൻഡ് ഗോൾഡ്. നോബിൾ മെറ്റൽസ് ലൈക്ക് സിൽവർ ആൻഡ് ഗോൾഡ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദെയർ ഓർ ബൈ ദ ഫോർമേഷൻ ഓഫ് സയനൈഡ് കോംപ്ലക്സസ്. ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഡൈസൈനോ അർജിനേറ്റ് 1 ആൻഡ് ഡൈസൈനോ ഓറേറ്റ് 1 ആണ്. അതൊക്കെ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്. In the quantitative method of analysis, complex formation is of immense
immense importance in the identification and separation of most or inorganic ions. ഇവിടെ Cu2+ന്റെ അടുത്തോട്ട് Cn- വന്നാൽ അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാവുകയാണ്. സൈനോ കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കാഡ്മിയം Cn- കൂടെ വരുമ്പോഴും അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. CdCN4 2- എന്ന് പറഞ്ഞ കോംപ്ലക്സ് ആണ്. ഇവിടെ കോപ്പർ ഇസ് മോർ സ്റ്റേബിൾ ദാൻ കാഡ്മിയം. കോപ്പർ കാഡ്മിയത്തെക്കാളും സ്റ്റേബിൾ ആണ്. Therefore, on passing H2S, only CdS is precipitated. The Cd2+ ion easily directed in the presence of Cu2+ ion. അതുകൊണ്ട് നമുക്ക് കോപ്പർ 2+നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ക്ലോറോഫിലിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് മഗ്നീഷ്യം. അതുപോലെ തന്നെ വൈറ്റമിൻ B12 കൊബാൾട്ട് ഉണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ റെഡ് പിഗ്മെന്റ് ഓഫ് ബ്ലഡ് ആണ്. ദാറ്റ് ആക്ട് ആസ് ദ ഓക്സിജൻ കാരിയർ ഇസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയൺ. അത് നമുക്ക് ചോദിക്കാവുന്നത് അങ്ങനെ ഇതിനകത്തുള്ള, അതായത് നമ്മുടെ ഹീമോഗ്ലോബിനകത്തുള്ള മെറ്റൽ ഏതാണ്? അയൺ അല്ലേ? അതുപോലെ ക്ലോറോഫിലിനകത്തുള്ള മെറ്റൽ മഗ്നീഷ്യം, അതൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ കോർഡിനേഷൻ കോംപ്ലക്സ് മെഡിസിനകത്ത് എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ? സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. സിസ്പ്ലാറ്റിൻ അത് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറിന് ഉപയോഗിക്കുന്നു. സിസ്പ്ലാറ്റിൻ PtCl2NH3 ചോയ്സ് ആണത്. PtCl2NH3 സിസ്പ്ലാറ്റിൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. അതുപോലെ EDTA എന്താണ്? EDTA എഥിലീൻ ഡയമീൻ ടെട്രാ അസിറ്റേറ്റ്, അതൊരു ഹെക്സാഡെൻഡേറ്റ് ആണ് അല്ലെ? ഹെക്സാഡെൻഡേറ്റ്. ആ ഹെക്സാഡെൻഡേറ്റ് ഈസ് യൂസ് ടു ട്രീറ്റ് ലെഡ് പോയിസണിങ്ങിന് ഉപയോഗിക്കുന്നു. ലെഡ് പോയിസണിങ്. അടുത്ത ആപ്ലിക്കേഷൻ ഹാർഡ്നെസ് ഓഫ് വാട്ടർ റിമൂവ് ചെയ്യാൻ. The hardness of water is estimated by titration with the sodium salt of EDTA. During titration, the calcium and magnesium ions in hard water form the stable complex. Calcium EDTA and magnesium EDTA stability ഒക്കെ ഡിഫറെന്റ് ആണ്. എന്നിട്ട് നമുക്ക് ഹാർഡ്നെസ് ഓഫ് വാട്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ടൈട്രേഷൻ വിത്ത് ദ സോഡിയം സോൾട്ട് ഓഫ് EDTA. EDTA എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് എന്താണ്? ഹെക്സാഡെൻഡേറ്റ് ആയിട്ടുള്ള ഇതാണ്. മെറ്റലുമായിട്ട് 6 ബോണ്ട് ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് EDTA. നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ്, കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് പറഞ്ഞാലും തീരത്തില്ല. കാരണം ധാരാളം നമ്മുടെ ഓർഗാനിക്കലും ഇനോർഗാനിക്കലും ഒക്കെ ബാക്ക് ബോൺ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അന്നേരം ഇതൊക്കെ നമ്മുടെ നോട്ട് എഴുതി പഠിക്കുക, NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.